നമസ്കാരം, ഞാൻ ഡോക്ടർ തൃഷ്ണ, സമത്വം നാച്ചുറോപ്പതി മെഡിക്കൽ സെൻറ്ററിൻ്റെ ചീഫ് ഫിസിഷ്യനും മെഡിക്കൽ ഡയറക്ടർ. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് നടക്കുകയാണെങ്കിൽ അതിന് ശേഷം നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന ഒരു റെസ്പോൺസാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പലപ്പോഴും നമുക്ക് ഇതിന് എക്സാമ്പിൾ പറയാൻ പറ്റുന്ന ഒരു വാർ ലൈക്ക് സിറ്റുവേഷനാണ് അല്ലേ. ഒരു യുദ്ധം നടക്കുന്നു, അല്ലെങ്കിൽ നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്ത വെള്ളപ്പൊക്കം, നാച്ചുറൽ കലാമിറ്റീസ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ആക്സിഡൻറ്റ്സ് സംഭവിക്കുക, വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവൻറ്റ്സ് നടക്കുകയാണെങ്കിൽ അതിനുശേഷം ഈ ഇവൻറ്റിൻ്റെ ചിന്തകൾ വരിക, നൈറ്റ്മെയർസ്, അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ വരിക, ഭീതിജനകമായ രീതിയിൽ നമ്മളത് എഫക്റ്റ് ചെയ്യുക, പാനിക്കായിട്ട് തോന്നുക. അതായത് ആ ഒരു ചിന്ത വരുന്ന സമയത്ത് ശരീരം ഫുൾ തളർന്നു പോകുന്നു, വിയർത്ത് പോകുന്നു, ശ്വാസം എടുക്കാൻ സാധിക്കുന്നില്ല, മുഖമെല്ലാം വളരെ ടെൻസ്റ്റപ്പ് ആകുന്നു, വായ ഡ്രൈ ആകുന്നു. ഇങ്ങനത്തെ ഒരുപാട് സിംറ്റംസ് നമ്മുടെ ശരീരത്തിൽ ചിലപ്പം അനുഭവിക്കാം. അപ്പം ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ കൂടുതലും വെരി ഡിഫിക്കൾട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്കാണ് വരുന്നത്. ഞാനിത് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിൽ കുറേ പേരെങ്കിലും യുദ്ധത്തിൻ്റെ സിറ്റുവേഷനിൽ അകപ്പെട്ടിരിക്കുന്നവരാകാം, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റും ജീവിക്കുന്നവരാകാം. പിൽക്കാലത്ത് ഇതിനെ ചൊല്ലി നമുക്ക് ചിലപ്പോൾ ഒരു റിയാക്ഷൻ വന്നേക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇത് വരുന്നു, ഇതിനെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, ഇനി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിനെ എങ്ങനെ മൈൽഡായിട്ട് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഫസ്റ്റ് തിങ്, നമുക്ക് ഈ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ, അൺസർട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഡീഫോൾട്ട് മെക്കാനിസമാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. ആ പ്രൊട്ടക്ഷൻ്റെ ആയിട്ടാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മെക്കാനിസം. അതായത് ഒന്നിയിൽ ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഓടി രക്ഷപ്പെടണം, അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഫൈറ്റ് ചെയ്ത് അതിൽ ജയിക്കണം. പലപ്പോഴും ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഫ്രീസാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഓടി രക്ഷപ്പെടാനും പറ്റുന്നില്ല, അതിനെ കൺഫ്രണ്ട് ചെയ്യാനും പറ്റുന്നില്ല, നമ്മൾ പലപ്പോഴും ഫ്രീസായി പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ നിന്നു പോകും. അപ്പോൾ ഇത് ഏതൊരു റിയാക്ഷനാണ് നമ്മുടേതെങ്കിലും നമുക്ക് ഇതെല്ലാം നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഡീഫോൾട്ട് മെക്കാനിസമാണ്. ഇത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ്. പക്ഷേ പിൽക്കാലത്ത് ആ ഒരു ത്രെറ്റ് ഇല്ലാത്തപ്പോൾ പോലും ഈ റിയാക്ഷൻ നമുക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അതിന് നല്ലൊരു ഉദാഹരണം എൻ്റെ അടുത്ത് ഇപ്പോൾ വന്നൊരു പെൺകുട്ടിയുടെ കേസാണ്. പുള്ളിക്കാരിയുടെ കുട്ടിക്കാലത്ത് ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ്, ഒരു ഫാമിലി ഫുള്ളൊരു ആക്സിഡൻറ്റിൽ അകപ്പെട്ടു. അച്ഛനും ബ്രദറും തൽക്ഷണം മരിച്ചുപോയി. ഈ കുഞ്ഞിന് 3 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നും ആ കുട്ടിക്ക് അതിൻ്റേതായ റിലേറ്റഡ് ആയിട്ടുള്ള ചിന്തകളും, പെട്ടെന്ന് ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടുക, ശരീരമാകെ തളർന്നു പോകുക, വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നൗ ഷീസ് ഇൻ ഹർ 30s. പക്ഷേ എങ്കിലും ആ കുട്ടിക്കാലത്ത് അതിൻ്റെ ഒരു ഇഫക്റ്റ് ഇപ്പോഴും, ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിൻ്റെ ഒരു അനുഭവം ഇപ്പോഴും ശരീരത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? ഒന്ന്, ആ ഒരു ഇവൻറ്റ് ആയതിനു ശേഷം തീർച്ചയായിട്ടും ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഇവൻറ്റിനെ പറ്റി തുറന്ന് സംസാരിക്കുകയും അത് നമ്മളിൽ ഉണ്ടാക്കിയ ഒരുപാട് ഇമോഷൻസ് ഉണ്ടല്ലേ, ഭയം, വിഷമം, പിന്നെ എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു അറിയാത്തൊരവസ്ഥ, ഇതെല്ലാം നമ്മൾ ഓപ്പണായിട്ട് സംസാരിച്ച് അത് ഷെയർ ചെയ്യുന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ തന്നെ ആ എമോഷൻസ് ഉണ്ടെന്ന് അക്നോളജ് ചെയ്യുള്ളൂ. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ ഡിനയൽ ഫേസിലേക്ക് പോകും. അതായത് അങ്ങനെയൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്നുള്ളൊരു ചിന്തയിലേക്ക് ചില ആൾക്കാർ പോവും. ചില ആൾക്കാർ ഇതിന് ഓവറായിട്ട് റിയാക്റ്റ് ചെയ്യും, ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകാം, ആങ്സൈറ്റിയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഈ റിയാക്ഷൻസ് എല്ലാം നമ്മുടെ ലിവിങ് കണ്ടീഷൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ നമ്മളതിൽ സ്റ്റക്കായിരിക്കേണ്ട ആവശ്യമില്ല. അപ്പം ദ ഫസ്റ്റ് തിങ് ഈസ് അറ്റൻഡിങ് കൗൺസിലിംഗ്. കൗൺസിലിംഗ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ, നമ്മൾ വേറെ ഒരു പ്രൊഫഷണൽ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് നമുക്കുണ്ടായ ആഘാതവും അതിൻ്റെ ഇമോഷണൽ ഇഫക്റ്റും നമുക്ക് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാനും നമുക്കത് അക്നോളജ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും. പലപ്പോഴും പല ആൾക്കാർക്കും ബുദ്ധിമുട്ട് വരുന്നത് അവരിലുണ്ടാകുന്ന ഇമോഷൻസ് അവർ അക്നോളജ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം അത് നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്യും, നമുക്ക് ശാരീരിക പ്രശ്നങ്ങളായിട്ട് സൈക്കോസൊമാറ്റിക് പ്രോബ്ലംസ് ആയിട്ടും വരും. രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ബ്രീതിങ് ടെക്നീക്സ്, കുറച്ച് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ടെക്നീക്സ്, യോഗ, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിനുള്ള വ്യായാമം മാത്രമല്ല, മാനസികമായിട്ട് നമ്മളൊരു സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത് സഹായിക്കും. അപ്പം
ചില ആൾക്കാരെങ്കിലും പറയും നമുക്കതിനുള്ളൊരു ഫെസിലിറ്റി ഇല്ല, അല്ലെങ്കിൽ നമുക്കത് ചെയ്യേണ്ട എങ്ങനെയെന്ന് അറിയില്ല, അല്ലെങ്കിൽ റിലീജിയസ് റീസൺസ് കാരണം പലപ്പോഴും ചെയ്യാത്തവരുണ്ട്. മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ന്യൂട്രലായിട്ടുള്ള ഒരു ടെക്നിക്കാണ്, ഒരു തെറപ്യൂട്ടിക് ടെക്നിക്കാണ്, ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ്. അപ്പം അതിന് നമ്മൾ റിലീജിയനോ അല്ലെങ്കിൽ ഒരു സ്പേസോ ഒന്നും ബാധകമല്ല. നമുക്ക് വെറുതെ ഒരു ചെയറിലിരുന്നു കൊണ്ട് കണ്ണടച്ചു വെച്ചുകൊണ്ട് നമ്മളിലുണ്ടാകുന്ന ഈ ചിന്തകളും അതുകൊണ്ടുണ്ടാകുന്ന നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സെൻസേഷൻസ്, ചിലപ്പോൾ നമ്മുടെ ശരീരം വിറയ്ക്കും, അല്ലെങ്കിൽ നമുക്ക് ടൈറ്റായിട്ട് ഫീൽ ചെയ്യും. ഈ സെൻസേഷൻസിനെയും അതോടൊപ്പം നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് ഇമോഷൻസ് ഉണ്ട് അല്ലേ, ഫീലിംഗ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് സങ്കടം വരും, നമുക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ ഒന്നും റിയാക്ഷനേ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരാം. ഇതെല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സിമ്പിൾ ടെക്നിക്സ് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഉള്ളിലെ ചിന്തകൾ നമ്മൾ അറിയുന്നു, അതുണ്ടാക്കുന്ന വികാരങ്ങളെ നമ്മൾ അക്നോളജ് ചെയ്യുന്നു, അതുണ്ടാക്കുന്ന ശരീരത്തിലെ ചേഞ്ചസ് നമ്മൾ ശ്രദ്ധിക്കുന്നു. ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ തലച്ചോറിന് നമുക്ക് ട്രെയിൻ ചെയ്യാൻ സാധിക്കും ഈ ഒരു റിയാക്ഷൻ ഉണ്ടാകാതിരിക്കാൻ. പിൽക്കാലത്ത് ഇതൊരു പാറ്റേണായി മാറും നമ്മുടെ തലച്ചോറിൻ്റെ. ഇങ്ങനൊരു ചിന്ത, ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ചിന്ത വന്നാൽ കൂടി നമ്മുടെ ബോഡീനെ നമുക്ക് കാം ഡൗൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമ്മുടെ തലച്ചോറിനെ റീവയർ ചെയ്യാൻ, ഇപ്പം നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും ന്യൂറോപ്ലാസ്റ്റിസിറ്റി, അതായത് ഏത് ഏജിലും നമുക്ക് തലച്ചോറിൻ്റെ പ്രതികരണം, സിറ്റുവേഷൻസിനോടുള്ള പ്രതികരണം, അതിനകത്തുള്ള ന്യൂറൽ പാത്വേസ് നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ള റിസർച്ച് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ഉപാധിയാണ് മൈൻഡ്ഫുൾനെസ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും ചെയ്യാൻ വിട്ടുപോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനത്തെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നു, പക്ഷേ അത് നമ്മളിൽ ഉണ്ടാക്കിയിരിക്കുന്ന കുറേ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ട്. നമ്മൾ ചിലപ്പം കുറേ കൂടെ എന്താ പറയുക, സ്ട്രോങ്ങർ ആക്കിയേക്കാം, വീക്കർ ആക്കിയേക്കാം. അതിനെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ പോസിറ്റീവ് ചേഞ്ചസ് ആണെങ്കിൽ നല്ലതാണ്, പക്ഷേ നെഗറ്റീവ് ചേഞ്ചസ് ആണെങ്കിൽ നമ്മളത് പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്ത് കറക്റ്റ് ചെയ്യണം. അപ്പം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത് പല ആൾക്കാർക്കും വരുന്നതാണ്. നമ്മൾ ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് കൊണ്ട് നമ്മളിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ്, മാനസികമായിക്കോട്ടെ ശാരീരികമായിട്ടുള്ള എക്സ്പീരിയൻസും ആയിക്കോട്ടെ. അപ്പോൾ അത് ഉണ്ടാകുമെന്ന് നമ്മൾ അക്നോളജ് ചെയ്യുക. അതിന് വേണ്ടുന്ന വിധം നമ്മൾ ചെറിയ നമ്മുടെ ജീവിതശൈലിയിലും നമ്മുടെ ചിന്തകളിലും മാറ്റം വരുത്തുക. ഇതിലെല്ലാം അടങ്ങുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പ് നേടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നമ്മളെ ജീവിതകാലം മുഴുവനും അലട്ടി നമ്മുടെ ലൈഫിനെ ദുരിതമാക്കാൻ നമ്മൾ സമ്മതിക്കേണ്ട ആവശ്യമില്ല. ഇതിനെല്ലാത്തിനും ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം എപ്പോഴാണോ ഏത് സിവിയറിറ്റി അനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ സീക്ക് മെഡിക്കൽ ഹെൽപ്പ്, സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. കാരണം നമ്മുടെ ജീവിതം എന്നുള്ളത് ഒന്നേ ഉള്ളൂ, അത് നമുക്ക് സമാധാനവും സന്തോഷമായിട്ടും ജീവിക്കാനുള്ളതാണ്. നമ്മൾ ആരും സഫർ ചെയ്യേണ്ട ആവശ്യമില്ല. താങ്ക് യു.